ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജോർജ് ആറാമൻ അരപ്പൈസ്. ജോർജ് ആറാമൻ്റെ പേരിലുള്ള അരപ്പൈസയുടെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഏതാണ്ട് നാണയം കണ്ടാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. പക്ഷെ അത് 1938 വർഷമെങ്കിൽ അതൊരു റെയർ കോയിനാണ്. ആ റെയർ കോയിൻ്റെ വിലയിലേക്ക് നമുക്ക് വരാം. കൽക്കട്ടയിൽ മാത്രം മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കോയിനുകൾക്ക് 10,000 രൂപയിൽ തുടങ്ങി 50,000 രൂപ വരെ ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 939, 940 എന്നീ വർഷങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ 15 രൂപയിൽ തുടങ്ങി 150 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 1 ക്വാർട്ടർ അണ. ഈ ഒരു നാണയമാണ്. ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് വരാം. 1835 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾ. ബോംബെ ആയാലും കൽക്കട്ടയായാലും മദ്രാസിലായാലും അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് ഒരേ വിലയാണ്. 100 രൂപയിൽ തുടങ്ങി 2000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1857 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിൻ്റെ കണക്കിലെടുത്താൽ അതൊരു റെയർ കോയിനാകുന്നു. വർഷം മാത്രം നോക്കിയാൽ മതി. അത് നമ്മുടെ ഇന്ത്യയിലല്ല, പുറത്ത് അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങളാണ്. ഇന്ത്യയിലെ മിൻറ്റുകളിലല്ല, പുറത്തെ ബ്രിമിൻഹം എന്ന് പറയുന്ന രാജ്യത്ത് അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനാണ്. 1857 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 1000 രൂപയിൽ തുടങ്ങി 25,000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 858 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 100 രൂപയിൽ തുടങ്ങി 1500 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തത് നമുക്ക് വിക്ടോറിയ ക്യൂൻ 1 ക്വാർട്ടർ അണ. 1862 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് ബോംബെ ആയാലും കൽക്കട്ടയായാലും മദ്രാസ് മിൻറ്റ് കോയിനായാലും 75 രൂപയിൽ തുടങ്ങി 2000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. ഇത് ഈ കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം 1862 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക്, എവിടെയും അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് ഒരേ റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മിൻറ്റ് മാർക്കും ഇതൊന്നും ഡയമീറ്ററിൻ്റെ നീളവും വീതിയൊന്നും തപ്പി നടക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വിചാരിച്ച് വേറെ ഒരു നാണയത്തിൻ്റെ വീഡിയോ ആണെന്ന് വിചാരിച്ചാണ് അവിടെ നിന്നത്. അപ്പോൾ 1874 അടുത്തതായി അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. കൽക്കട്ടയിൽ മാത്രമാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. 100 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1875 ബോംബെ മിൻറ്റ് കോയിൻ റെയർ കോയിനാണ്. 100 രൂപയിൽ തുടങ്ങി 4000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. കൽക്കട്ട മിൻറ്റ് കോയിൻ 100 രൂപയിൽ തുടങ്ങി 3000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1876 ബോംബെയിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ റെയർ കോയിനുകളാണ്. 200 രൂപയിൽ തുടങ്ങി 6000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അതേസമയം കൽക്കട്ട മിൻറ്റ് കോയിനാണെങ്കിൽ 100 രൂപയിൽ തുടങ്ങി 4000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അപ്പോൾ പിന്നെ നമുക്ക് മിൻറ്റ് മാർക്കും നോക്കിയേ പറ്റൂ. റെയർ തിരിച്ചറിയണമെങ്കിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. കൽക്കട്ട കോയിൻസ് വിത്ത് റിവേഴ്സ് എ ആൻഡ് വിത്തൗട്ട് മിൻറ്റ് മാർക്ക്. ഇത് റിവേഴ്സ് ബി ആണ് കൊടുത്തിരിക്കുന്നത്. അത് ബോംബെ മിൻറ്റ് മാർക്കാണ്. മുംബൈ കോയിൻസ് വിത്ത് റിവേഴ്സ് ബി ആൻഡ് വിത്തൗട്ട് മിൻറ്റ് മാർക്ക്. ഇതിൽ എയും ബിയും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിതിൽ നോക്കിയിട്ട് കാണുന്നില്ല. ചിലപ്പോൾ ഈ 2 ഇലയുടെ വ്യത്യാസം കൊണ്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത്
ഒരില പോലെയാണ് അച്ചടിച്ച് കൊടുത്തിരിക്കുന്നത്. അച്ചടി കണ്ടിട്ട് മനസ്സിലാക്കുക. ഇവിടെയാണെങ്കിൽ 2 ഇല ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ, അത് നോക്കിയാൽ മതി. ബോംബെ മിൻറ്റ് കോയിനും കൽക്കട്ട മിൻറ്റ് കോയിനും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.